ഗുഡ് മോർണിംഗ് ഓൾ. നമുക്ക് കുറച്ച് സമയം മാത്സ് പഠിക്കാം അല്ലെ? അപ്പോൾ മാത്സിന്റെ 9ാമത്തെ സെഷനാണിന്ന്. ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള പരിചയമുള്ള ഒരു ടോപ്പിക്കാണ്. ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ആവറേജ് ആണ്. അപ്പോൾ ആവറേജ് നമ്മൾ ഒരു ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അത് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെ തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് ചോദിക്കും, അങ്ങനെയുള്ള കുറച്ച് പ്രാക്ടീസ് പ്രോബ്ലംസ് നമുക്ക് ചെയ്തു നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എന്ത് ചെയ്യണം, നമ്മൾ ഡിഫൈൻ ചെയ്യണം അല്ലെ, എന്താണ് ആവറേജ് എന്നും. അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് മീൻസ് എ സിംഗിൾ വാല്യൂ റെപ്രസെന്റിങ് എ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. എന്താണ് അത് മീൻ ചെയ്യുന്നത്? നമ്മളെപ്പോഴും ആവറേജിന്റെ മലയാളം എന്താണ്? ശരാശരിയാണ് അല്ലെ. അപ്പൊ ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി അതിലെ എല്ലാ നമ്പേഴ്സും നമുക്ക് യൂസ് ചെയ്യണ്ട അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു ഗ്രൂപ്പിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ വാല്യൂ മാത്രം എടുക്കുക. അതിനെയാണ് നമ്മൾ ആ ഒരു ഗ്രൂപ്പിന്റെ ആവറേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഡിഫൈൻ ചെയ്യണമെങ്കിൽ ആവറേജ് മീൻസ് എ സിംഗിൾ വാല്യൂ റെപ്രസെന്റിങ് എ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ്. എന്താണ് ആവറേജ് നമുക്ക് തരുന്ന വാല്യൂസ് എന്ന് പറയുന്നത്? ആ ഒരു ഗ്രൂപ്പിന്റെ സെൻട്രൽ വാല്യൂ അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ വാല്യൂ ആയിരിക്കും അല്ലെ. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ അത് മനസ്സിലാകും. നോക്കൂ, ഏതാണ് ആവറേജ് കാണാനുള്ള ബേസിക് ഫോർമുല നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചെന്നാല് ആവറേജ് ഈക്വൽ ടു സം ഓഫ് ഓൾ വാല്യൂസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് ആണ്. എന്താണ്? ഇപ്പൊ നമുക്ക് ആവറേജിനെ എ എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എസ് ബൈ എൻ എന്ന് നമുക്ക് എഴുതാം. എ ഈസ് ഈക്വൽ ടു എസ് ബൈ എൻ. അതില് എ എന്ന് പറയുന്നത് ആവറേജ് ആണ്, എസ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ വാല്യൂസ് ആണ്, എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വാല്യൂസ് ആണ്. അപ്പൊ എന്താണ് ഈ സം ഓഫ് ഓൾ വാല്യൂസ് ആൻഡ് നമ്പർ ഓഫ് വാല്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ, ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് തന്നിട്ട് അതിനെ റെപ്രസെന്റ് ചെയ്യാനാണ് നമ്മൾ ആവറേജ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സിന്റെ ആ നമ്പേഴ്സിന്റെ എല്ലാം കൂടി സം ആണ് സം ഓഫ് ഓൾ വാല്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ആ ഗ്രൂപ്പിൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, ആ നമ്പേഴ്സുകളുടെ എണ്ണമാണ് നമ്പർ ഓഫ് വാല്യൂസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമുക്ക് ആവറേജ് ഈക്വൽ ടു സം ഓഫ് ഓൾ വാല്യൂസ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് എന്ന് എഴുതാം. അപ്പൊ നമുക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ട് ഇപ്പൊ എപ്പോഴും ആവറേജ് തന്നെ നമ്മളോട് എക്സാമിന് ചോദിക്കണം എന്നില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, ആവറേജും നമ്പർ ഓഫ് വാല്യൂസും തന്നിട്ട് സം ചോദിക്കാം, അല്ലെങ്കിൽ ബാക്കി രണ്ടെണ്ണം തന്നിട്ട് നമ്പർ ഓഫ് വാല്യൂസ് ചോദിക്കാം. അപ്പൊ ഈ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ തന്നെ നമുക്ക് ഇതിനെല്ലാമുള്ള ഇക്വേഷനും സോൾവ് ചെയ്തെടുക്കാം അല്ലെ. എന്താണ്? ആവറേജ് ഈക്വൽ ടു എസ് ബൈ എൻ ആയിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ഓൾ വാല്യൂ, സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? സമ്മ് എന്ന് പറയുന്നത് ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് വാല്യൂസ് ആയിരിക്കില്ലേ. ഈ എൻ എന്ന് പറയുന്നത് ഇവിടെ ന്യൂമറേറ്ററിന്റെ അടുത്തേക്ക് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി വരും അല്ലെ. അപ്പൊ നമുക്ക് പറയാം എസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയാം. അതേപോലെ നമുക്ക് എന്നും കാണാം അല്ലെ. എൻ കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എൻ ഈക്വൽ ടു എസ് ബൈ എ ആയിരിക്കില്ലേ. സം ഓഫ് വാല്യൂസും ഡിവൈഡഡ് ബൈ ആവറേജ് ആയിരിക്കില്ലേ എൻ എന്ന് പറയുന്നത്. എങ്ങനെയാണ്? എൻ ഇവിടെ ഈ ഡിനോമിനേറ്ററിലുള്ള എൻ ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ ആ സമത്തിന് ഇപ്പുറത്ത് ന്യൂമറേറ്ററിൽ കിടക്കുന്ന ആവറേജ് എന്ന് പറയുന്നത് ഇവിടെ ഡിനോമിനേറ്ററിലേക്ക് വരും അല്ലെ. ദാറ്റ് മീൻസ് എൻ ഈക്വൽ ടു എസ് ബൈ എ. അപ്പൊ ഈ 3 ഇക്വേഷനും നമുക്ക് ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഈ ഫസ്റ്റ് ആവറേജ് കാണാനുള്ള ഇക്വേഷൻ ആണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് സം ഓഫ് വാല്യൂസ് കാണാനുള്ള ഇക്വേഷനും നമ്പർ ഓഫ് വാല്യൂസ് കാണാനുള്ള ഇക്വേഷനും. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് കുറച്ച് പ്രോബ്ലംസ് ചെയ്തു നോക്കാം. ഇപ്പൊ നോക്കൂ, ഫൈൻഡ് ദ ആവറേജ് ഓഫ് 10, 20, 30. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് അല്ലെ. എന്താണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്? ആവറേജ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മൾക്ക് ആവറേജ് കാണണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം. ആവറേജ് എന്ന് പറയുന്നത് സം ഓഫ് ഓൾ വാല്യൂസ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് ആണ് അല്ലെ. എല്ലാ നമ്പേഴ്സിന്റെയും തുകയും ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ഉണ്ടോ അതിന്റെ എണ്ണവും. അപ്പൊ ഇവിടെ എസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 പ്ലസ് 20 പ്ലസ് 30. അതാണ് സം എന്ന് പറയുന്നത് അല്ലെ. ബൈ നമ്പർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3. എൻ എന്ന് പറയുന്നത്
3 അപ്പൊ നമുക്ക് എത്ര ഉത്തരം കിട്ടുക? 30, 20, 50, 10, 60 അല്ലെ? 60/3. 60/3 എത്രയാണ്? 20 എന്നാണ് നമുക്ക് കിട്ടുക അല്ലെ? അപ്പൊ എന്താണ് ഇത്? ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ആവറേജ് ചോദിച്ചിട്ടാണുള്ളത്. ആവറേജ് ഈക്വൽ ടു S/N, അല്ലെങ്കിൽ സം ഓഫ് ഓൾ വാല്യൂസ് ബൈ നമ്പർ ഓഫ് വാല്യൂസ് എന്ന ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാം. ഇനി മറ്റൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇപ്പൊ ഇതുപോലെയുള്ള പ്രോബ്ലം കണ്ടാല്, ഇത് കണ്ടോ, 10, 20, 30 ഇങ്ങനെയുള്ള കേസില് ഇതിപ്പോ എന്താ, ഓരോ നമ്പർ അല്ലെങ്കിൽ അടുത്തടുത്ത നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ് അല്ലെ? 10ഉം 20ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 10 ആണ്. 20ഉം 30ഉം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതും 10 ആണ് അല്ലെ? അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ചോദ്യം വരികയാണെങ്കിൽ എന്ത്, ഒരു കുറച്ച് ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് തന്നു, അവ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണെങ്കിൽ അതിന്റെ ആവറേജ് എന്ന് പറയുന്നത്, നിങ്ങൾ ഇങ്ങനെ ഇക്വേഷൻ ഒന്നും എഴുതി കൂട്ടി ഹരിക്കാനൊന്നും നിൽക്കണ്ട. അതിന്റെ ആവറേജ് എന്ന് പറയുന്നത് സെൻട്രൽ വാല്യൂ ആയിരിക്കും, 20 ആയിരിക്കും അല്ലെ? 20 തന്നെയല്ലേ നമുക്ക് ഉത്തരവും കിട്ടിയത്? 20 തന്നെയല്ലേ? അപ്പൊ ഇതൊരു ഷോർട്ട് കട്ട് ആണ്. അതായത് ഇങ്ങനെ ഉള്ള പ്രോബ്ലം വരുവാണെങ്കിൽ, അതായത് ഡിഫറൻസ് സെയിം ആയിരിക്കണം കേട്ടോ. അവ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണെങ്കിൽ സെൻട്രൽ വാല്യൂ ആയിരിക്കും എന്ത്, ആവറേജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. ആവറേജ് ഓഫ് 5 നമ്പർ ഈസ് 12. ഫൈൻഡ് ദി സം. ഓൾറെഡി നമ്മൾ ഇക്വേഷൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞല്ലോ, എപ്പോഴും ആവറേജ് കാണാൻ മാത്രമായിരിക്കില്ല ചോദിക്കുന്നുണ്ടാവുക. സമ്മ് കാണാൻ ചോദിക്കാം, നമ്പർ ഓഫ് വാല്യൂസ് കാണാൻ ചോദിക്കാം. അപ്പൊ ഇവിടെ എന്താ ചോദിച്ചേക്കുന്നത്? സം ആണ് കാണേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. ആവറേജ് ഓഫ് 5 നമ്പർ ഈസ് 12 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആവറേജ് തന്നിട്ടുണ്ട്. ആവറേജ് എത്രയാണ്? 12 എന്ന് തന്നിട്ടുണ്ട്. n ഈക്വൽ ടു എത്രയാണെന്ന് തന്നിട്ടുണ്ട്? n ഈക്വൽ ടു 5 ആണെന്നും തന്നിട്ടുണ്ട് അല്ലെ? എസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നമ്മുടെ ഇക്വേഷൻ എന്താണ്? a ഈക്വൽ ടു S/N ആയിരുന്നു. S ഈക്വൽ ടു a ഇൻറ്റു n ആണ് അല്ലെ? a ഇൻറ്റു n ചെയ്താൽ നമുക്ക് S കിട്ടും. അപ്പൊ നമുക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. a തന്നിട്ടുണ്ട് 12 ഗുണിക്കണം n എത്രയാണ്? n 5 എന്നും തന്നിട്ടുണ്ട്. അപ്പൊ 12 ഗുണിക്കണം 5 എന്ന് പറയുമ്പോ എത്രയാണ് ഉത്തരം കിട്ടുക? 60 അല്ലെ? 60. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആവറേജ് റിലേറ്റഡ് ആയിട്ട്, അതായത് ആവറേജിന്റെ ഇക്വേഷനിൽ നിന്ന് സമ്മ് കാണുക, ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമുക്ക് നോക്കാം മറ്റൊരു എക്സാമ്പിൾ. ഇവിടെ എന്താ തന്നിരിക്കുന്നത്? സം ഓഫ് 4 നമ്പർ ഈസ് 80. ഫൈൻഡ് ദി ആവറേജ്. ഇവിടെ ഡയറക്റ്റ് ആവറേജ് ആണ് ചോദിച്ചേക്കുന്നത് അല്ലെ? ആവറേജ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ആവറേജ് ഈക്വൽ ടു S/N ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് എത്രയാണ് തന്നിരിക്കുന്നത്? 4 അല്ലെ? സം ഓഫ് 4 നമ്പർ, 4 നമ്പറുകളുടെ സമ്മാണ് 80 എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പൊ സം എത്രയാണ്? 80 അല്ലെ? അപ്പൊ എന്നും തന്നിട്ടുണ്ട്, എസും തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആവറേജ് ഈക്വൽ ടു S/N ആണ്. S ഈക്വൽ ടു 80 ആൻഡ് n ഈക്വൽ ടു 4 അല്ലെ? എത്ര കിട്ടും? 80/4 എന്ന് പറയുമ്പോൾ ആൻസർ 20 ആണ് ഈ ഒരു പ്രോബ്ലത്തില് ആവറേജ് ആയിട്ട് നമുക്ക് കിട്ടുക. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് നോക്കാം. ദി ആവറേജ് ഓഫ് 3 നമ്പർ ഈസ് 25. 2 നമ്പേഴ്സ് ആർ 20 ആൻഡ് 30. ഫൈൻഡ് ദ തേർഡ് നമ്പർ. ഇത് കുറച്ചൊരു ലെങ്ത് കൂടിയ ഒരു പ്രോബ്ലം ആണ് അല്ലെ? എന്നാലും നമുക്ക് ചെയ്തു നോക്കാം. എന്തൊക്കെയാണ് നമ്മൾ ആദ്യം തന്നേക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലെ? ആവറേജ് ഓഫ് 3 നമ്പർ ഈസ് 25 എന്ന് തന്നിട്ടുണ്ട്. അതായത് n ഈക്വൽ ടു 3 ആണ്. a ഈക്വൽ ടു എന്താണ്? 25 ആണ്. n ഈക്വൽ ടു 3 ആണ്. a ഈക്വൽ ടു 25 ആണ്. 2 നമ്പേഴ്സ് ആർ 20 ആൻഡ് 30. 3 നമ്പറിന്റെ ആവറേജ് ആണ് എന്ത് തന്നേക്കുന്നത്? 25 എന്ന് തന്നേക്കുന്നു. അതില് എന്താണ്? 2 നമ്പേഴ്സ് എന്ന് പറയുന്നത് 20ഉം 30യുമാണ്. മൂന്നാമത്തെ നമ്പർ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് അറിയാത്ത നമ്പറിനെ നമുക്ക് തേർഡ് നമ്പറിനെ x എന്നിടാം. അപ്പൊ നമുക്ക് ഈ പ്രോബ്ലം എങ്ങനെ ചെയ്യുക? നമുക്ക് ഓൾറെഡി അറിയാം ആവറേജ് ഈക്വൽ ടു S/N ആണ് അല്ലെ? S/N ആണ്. അപ്പൊ ആവറേജ് ഇവിടെ 25 ഈക്വൽ ടു എന്താണ്? എസ് എന്താണ്? ഈ 30 പ്ലസ് 20 പ്ലസ് നമുക്ക് അൺനോൺ ആയിട്ടുള്ള എക്സും കൂടെ കൂട്ടിയതാണ്. അതായത് നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ?
50 പ്ലസ് എക്സ് ആണ് അല്ലെ. എൻ എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് രണ്ട് നമ്പറുകളുടെ തുക പ്ലസ് മൂന്നാമത്തെ നമ്പറും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് എസ് കിട്ടുക. അതിൽ രണ്ട് നമ്പറുകളുടെ നമുക്ക് അറിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ അതിനെ കൂട്ടിയിട്ട് അതിന്റെ കൂടെ അറിയാത്തതിനെ എക്സ് എന്ന് അൺനോൺ ആയിട്ട് എഴുതുന്നു. ഡിവൈഡഡ് ബൈ എൻ. എൻ എത്രയാണ്? 3 എന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് എന്താ ചോദ്യം? ഫൈൻഡ് ദ തേർഡ് നമ്പർ. മൂന്നാമത്തെ നമ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് മീൻസ് ഈ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഇക്വേഷൻ സോൾവ് ചെയ്താൽ പോരെ. ഇപ്പൊ അൾജിബ്രിക് ഇക്വേഷൻ ഒക്കെ സോൾവ് ചെയ്യുന്നത് പോലെ എക്സ് എന്ന അൺനോണിനെ സോൾവ് ചെയ്താൽ മതി അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഈ 25ന്റെ കൂടെ പോവുകയാണെങ്കിൽ എത്ര കിട്ടും? 25 ഇൻറ്റു 3 ഈക്വൽ ടു 50 പ്ലസ് എക്സ് ആണല്ലേ. ദാറ്റ് മീൻസ് 75 ഈക്വൽ ടു 50 പ്ലസ് എക്സ് ആണല്ലേ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? 75 മൈനസ് 50 അല്ലെ. 75 മൈനസ് 50 എന്ന് പറയുന്നത് എത്രയാണ്? 25 എന്ന് കിട്ടും. നമുക്ക് എക്സ് എന്ന് പറയുന്നത് 25 എന്ന് കിട്ടും. അപ്പൊ ഈ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 20യും 20യും 30യും അതേപോലെ 25ഉം ആണ് ഏത്? ഈ നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനിയിപ്പോ നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് അറിയാൻ നിങ്ങൾ ഈ 3 നമ്പറുകളുടെ ആവറേജ് വേണമെങ്കിൽ ഒന്ന് എടുത്തു നോക്കിക്കോളൂ. ആവറേജ് ഒന്ന് എടുത്തു നോക്കി ചെയ്തത് ശരിയാണെന്ന് ഉറപ്പുവരുത്തുക. ഇത് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ്. ആവറേജ് ഓഫ് 3 നമ്പർ 25 തന്നിട്ടുണ്ട്. അതായത് അതില് സമ്മ് എന്ന് നമുക്ക് കാണണമെങ്കിൽ 3 നമ്പറുകളും തരാതെ ഏതെങ്കിലും ഒരു നമ്പർ നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ ബാക്കിയുള്ളതിനെ തമ്മിൽ ആഡ് ചെയ്യുക. അൺനോൺ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടതിന് നമ്മൾ എ എന്നോ ബി എന്നോ അല്ലെങ്കിൽ എക്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. എന്നിട്ട് ഈ ഇക്വേഷനിൽ ഇട്ട് തന്നെ അതിനെ നമുക്ക് സോൾവ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നോക്കൂ മറ്റൊരു ക്വസ്റ്റ്യൻ. ആവറേജ് ഓഫ് 6 സ്റ്റുഡൻസ് ഈക്വൽ ടു 40 മാർക്സ്. 1 സ്റ്റുഡന്റ് ലീവ്സ് ആൻഡ് ആവറേജ് ബിക്കം 38. ഫൈൻഡ് മാർക്സ് ഓഫ് ദാറ്റ് സ്റ്റുഡന്റ്. എന്താണ് ഈ ചോദ്യത്തിന്റെ മീനിങ്? 6 സ്റ്റുഡൻസിന്റെ മാർക്കുകളുടെ ആവറേജ് എന്ന് പറയുന്നത് 40 ആണ്. 6 സ്റ്റുഡൻസിന്റെ മാർക്കിന്റെ ആവറേജ് എന്ന് പറയുന്നത് 40 ആണ്. പിന്നെ എന്ത് ചെയ്തു? 1 സ്റ്റുഡന്റ് ലീവ്സ്. ഒരു സ്റ്റുഡന്റ് എന്ത് ചെയ്തു? അവിടെ നിന്ന് വിട്ടുപോയി, സ്കൂള് വിട്ടുപോയെന്ന് വിചാരിച്ചോ. അപ്പൊ ആവറേജ് എന്തായി മാറി? 38ആയി മാറി. 40 ഉണ്ടായിരുന്നത് 38ആയി മാറി. എന്തുകൊണ്ടാ കുറഞ്ഞത്? ഒരാൾ പോയല്ലേ. ഇപ്പൊ ഇവിടെ n 6 ആണെങ്കിൽ ഇപ്പോൾ n എന്താണ്? 5 ഉള്ളൂ അല്ലെ. ഫൈൻഡ് മാർക്സ് ഓഫ് ദാറ്റ് സ്റ്റുഡന്റ്. ആ പോയ കുട്ടിയുടെ മാർക്ക് എത്രയാണെന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പൊ എന്താണ് ഒരു വഴി? അതിനൊരു മാർക്ക് കണ്ടെത്താൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ തന്നേക്കുന്ന വാല്യൂസ് എല്ലാം ഒന്ന് ശ്രദ്ധിക്കുക. ആവറേജ് നമുക്ക് കാണേണ്ടത്, നമുക്ക് അറിയാവുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ് ആവറേജ് ഈക്വൽ ടു എസ് ബൈ എൻ. ഓക്കെ അല്ലേ? ഇതില് ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 40. എത്ര കുട്ടികളുടെ ആവറേജ് ആണ് 40? n എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. പിന്നെന്താണ്? ഇപ്പൊ ഈ ആവറേജിനെ നമുക്ക് A1 എന്ന് ഇടാം. കാരണം ഇവിടെ 2 ആവറേജ് പറയുന്നുണ്ടല്ലോ. ഇനി ഒരു രണ്ടാമത്തെ ആവറേജ് എന്ന് പറയുന്നത് 38 ആണ്. എപ്പോഴാണ് അത് സംഭവിച്ചത്? n ഈക്വൽ ടു 5 ആയപ്പോ അല്ലെ. ഒരു കുട്ടി ലീവ് ചെയ്തപ്പോ. അപ്പൊ നമുക്ക് എന്ത് അറിയണം? ആ ലീവ് ചെയ്ത കുട്ടിയുടെ മാർക്ക് അറിയണം. അപ്പൊ അതറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ ഒരു കുട്ടി ക്ലാസ്സിൽ ഉണ്ടായിരുന്നപ്പോഴുള്ള ആവറേജും നമ്പർ ഓഫ് സ്റ്റുഡൻസും നമുക്കറിയാം. അതിൽ നിന്ന് നമുക്ക് അപ്പോഴുള്ള കുട്ടികളുടെ എല്ലാ മാർക്കിന്റെ തുകയും കണ്ടെത്താനാവും അല്ലെ. അതേപോലെ തന്നെ ഈ കുട്ടി ലീവ് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള ആവറേജും നമ്പർ ഓഫ് സ്റ്റുഡൻസും നമുക്കറിയാം. അപ്പൊ ആ സമയത്തുള്ള സമ്മും നമുക്ക് കണ്ടെത്താനാവും. പിന്നെ നമുക്ക് എന്താണ് പ്രശ്നം? ഈ ടോട്ടൽ ആദ്യം ഉണ്ടായിരുന്ന സമ്മിൽ നിന്ന് പുതിയ സമ്മ് കുറച്ചെന്നാൽ പോയ ആളുടെ മാർക്ക് കിട്ടില്ലേ? നമുക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താ കാണേണ്ടത്? നമുക്കറിയാം ആവറേജ് ഈക്വൽ ടു എസ് ബൈ എൻ ആണ്. ആവറേജ് എന്ന് പറയുന്നത് 40 എന്ന് പറയുന്നത് എസ് ആണ് നമുക്ക് ആദ്യം കണ്ടെത്തേണ്ടത് അല്ലെ. ഫസ്റ്റത്തെ S1 എന്നിടാം നമുക്ക്. S1 ബൈ ഇതെല്ലാം മാറുന്നുണ്ടല്ലോ. അതുകൊണ്ട് A1 N1 അങ്ങനെ ഇടാം നമുക്ക് കേട്ടോ. A1 N1 A2 N2.
അപ്പൊ S1 ആവറേജ് 40 S1/N1 എത്രയാണ്? 6 ആണ് അല്ലെ? 6 കുട്ടികളുടെ എന്നല്ലേ പറഞ്ഞത്. അപ്പൊ നമുക്കറിയാം ഇതിൽ നിന്ന് നമുക്ക് S1 അല്ലെങ്കിൽ സം എത്ര കിട്ടും? 40 ഗുണിക്കണം 6 അല്ലെ? എത്രയാണ് 40 ഗുണിക്കണം 4? 40 ഗുണിക്കണം 6 240 എന്ന് കിട്ടും. അതായത് നമുക്ക് S1 അല്ലെ, S1 = 240 എന്ന് കിട്ടി. ഇതുവരെ ഓക്കെ അല്ലേ? ഇനി നമ്മൾ രണ്ടാമത്തെ ആവറേജ് നോക്കുകയാണ്. A2 അല്ലെ? A2 കാണാനുള്ള ഇക്വേഷൻ എന്താണ്? A2 = S2/N2 നമുക്ക് വേണമെങ്കിൽ എഴുതാം അല്ലെ? ഇത് ബേസിക് ഇക്വേഷൻ തന്നെയാണ്. നമുക്ക് രണ്ട് പ്രാവശ്യം തന്നതുകൊണ്ട് മാറിപ്പോകാതിരിക്കാനാണ് കേട്ടോ ഈ നമ്പറൊക്കെ ഇടുന്നത്. അപ്പൊ S2 നമുക്കറിയില്ല അല്ലെ? A2 എന്താണ്? ഒരാൾ പോയപ്പോ ആവറേജ് 38 മാറി. അപ്പോഴുള്ള സമ്മ് നമുക്ക് അറിയില്ല. ഒരാൾ പോയപ്പോൾ നമ്പർ എത്രയായി മാറി? 5 മാറി. അപ്പൊ നമുക്ക് അപ്പോഴുള്ള സമ്മ് S2 എന്ന് പറയുന്നത് എന്താണ്? 38 ഗുണിക്കണം 5 അല്ലെ? 8 5 40, 5 15 4 19, അതായത് 190 എന്ന് കിട്ടും. S2 എന്ന് പറയുന്നത് 190 എന്നും S1 എന്ന് പറയുന്നത് 240 എന്നും നമുക്ക് കിട്ടി. ഇപ്പം 6 കുട്ടികൾ ഉണ്ടായിരുന്നപ്പോഴുള്ള ടോട്ടൽ മാർക്ക് 240 ആണ്. 5 കുട്ടികൾ ഉള്ളപ്പോഴുള്ള ടോട്ടൽ മാർക്ക് 190 ആണ്. അങ്ങനെയാണെങ്കിൽ ആ പോയ കുട്ടീന്റെ മാർക്ക് എത്രയായിരിക്കും? പോയ കുട്ടീന്റെ മാർക്ക് എന്ന് പറയുന്നത്, പോയ കുട്ടീന്റെ മാർക്കിനെ നമുക്ക് S എന്ന് റെപ്രസെന്റ് ചെയ്യാം. അതെന്തായിരിക്കും? ഈ S1 - S2 ആയിരിക്കില്ലേ അല്ലെ? അപ്പൊ എത്രയാണ്? S1 എന്ന് പറയുന്നത് 240 - 190. എത്രയാണ് സമ്മ് അല്ലെങ്കിൽ മാർക്ക്? മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? 240 - 190 എന്ന് പറഞ്ഞാല് 50 അല്ലെ? 50 മാർക്കായിരുന്നു ആ പോയ കുട്ടിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ പ്രോബ്ലം എന്തായാലും പ്രതീക്ഷിക്കണം. പ്രോബ്ലം കുറച്ച് ലെങ്തി ആയിട്ട് തോന്നാമെങ്കിലും വളരെ സിമ്പിൾ ആണ്. നമ്മൾ ബേസിക് ആയിട്ടുള്ള ഇക്വേഷൻ മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നമുക്ക് എന്താണ്, 2 സ്റ്റെപ്പിലായിട്ട് ആവറേജ്, രണ്ട് ഇതിൽ ആവറേജ് കാണുക, എസ് കാണുക, എന്നും കാണുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് മൈനസ് ചെയ്തിട്ട് ആൻസറിലേക്ക് എത്താവുന്നതാണ്. ഇനി നമുക്ക് ഇതേപോലെയുള്ള മറ്റൊരു പ്രോബ്ലം കൂടി നോക്കാം. ദി ആവറേജ് ഏജ് ഓഫ് 4 പേഴ്സൺ ഈസ് 20 ഇയേഴ്സ്. 4 ആൾക്കാരുടെ ആവറേജ് ശരാശരി പ്രായം എന്ന് പറയുന്നത് 20 വയസ്സാണ്. എ ന്യൂ പേഴ്സൺ ജോയ്, ഒരാള് പുതിയതായിട്ട് വന്നു. അപ്പൊ എന്ത് ചെയ്തു? ആവറേജ് ബിക്കം 22. 20 ആവറേജ് ആയിരുന്നത് അപ്പൊ എന്തായി മാറി? 22 മാറി. ഫൈൻഡ് ദ ഏജ് ഓഫ് ന്യൂ പേഴ്സൺ. അപ്പൊ ഇതേ നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിന്റെ അതേ ടൈപ്പ് ആണ് അല്ലെ? അവിടെ ഒരാള് പോയി, അപ്പോൾ ഉള്ള ആവറേജ് തന്നു. ഇവിടെ എന്താണ്? ഒരാൾ വന്നു, അന്നേരമുള്ള ആവറേജ് തന്നു. ഇത്രയല്ലേ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തത്? നമ്മൾ ആദ്യം ആവറേജ് കാണാനുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ S/N എന്ന് എഴുതി. പിന്നെ നമുക്ക് തന്നേക്കുന്ന ഓരോ കേസും 2 ആവറേജ് തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ആദ്യത്തെ കേസില് A1 അല്ലെ, A1 = S1/N1 എഴുതുകയാണെങ്കിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? തന്നേക്കുന്ന വാല്യൂ, ആവറേജ് ഏജ് ഓഫ് 4 പേഴ്സൺ ഈസ് 20 ആണ്. S1 നമുക്കറിയില്ല, 4 ആൾക്കാരുടേതാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് N = 4 അല്ലെ? അപ്പൊ നമുക്ക് S1 എന്ന് പറയുന്നത് 20 × 4 ചെയ്യുമ്പോ എത്ര കിട്ടും? 80 അല്ലെ? അപ്പൊ S1 എന്ന് പറയുന്നത് 80 എന്ന് കിട്ടി. ഇനി നമ്മളോട് പറയുന്നത് എന്താണ്? ഒരാളും കൂടി ജോയിൻ ചെയ്തു അല്ലെ? അന്നേരം ആവറേജ് 22 മാറി. അപ്പോഴുള്ള എസ് എന്താണ്? S നമ്മൾ കണ്ടുപിടിക്കണം. N എത്രയാണ്? ഒരാളും കൂടി ജോയിൻ ചെയ്തെന്ന് പറയുമ്പോൾ N എത്രയായി മാറി? 5 മാറി അല്ലെ? N എന്ന് പറയുന്നത് 5 മാറിയില്ലേ? അപ്പൊ 5 മാറിയ സമയത്തുള്ള എസ് എന്താണ്? 22 × 5 അല്ലെ? 5 2 10, 5 2 10 1 11, 110 എന്ന് നമുക്ക് കിട്ടി. അപ്പൊ ഇപ്പോഴെന്താണ്? 4 പേരുണ്ടായിരുന്നപ്പോൾ ഉള്ള ആവറേജ് 80 ആണ്.
ആവറേജ് അല്ല, സമ്മ് എന്ന് പറയുന്നത്, ഏജിന്റെ സമ്മ് എന്ന് പറയുന്നത് 80 5 പേരുണ്ടായിരുന്നപ്പോ അത് ആയപ്പോൾ അത് 110 മാറി. അങ്ങനെയാണെങ്കിൽ പുതിയതായിട്ട് വന്നയാളുടെ ഏജ് എത്രയാണ്? 110 മൈനസ് 80 ചെയ്താൽ പോരെ? എത്രയാണ്? നമുക്ക് 30 എന്ന് കിട്ടും അല്ലെ? 80ഉം 30ഉം ആണല്ലോ 110 എന്ന് പറയുന്നത്. അപ്പൊ മൂന്നാമത്തെ ആളുടെ ഏജ് എന്ന് പറയുന്നത് 30 ആയിരിക്കും. ഇത് നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലം പോലെ തന്നെയാണ് ഈ പ്രോബ്ലം. അവിടെ ഒരാൾ ലീവ് ചെയ്യുന്നു, ഇവിടെ ഒരാൾ വരുന്നു. നമുക്ക് കാണേണ്ടതല്ല എന്താണ്? ഈ പറയുന്ന പോലെ 2 പ്രാവശ്യം നമ്മൾ ആവറേജും സമ്മും N1ഉം ആ ഒരു റിലേഷൻഷിപ്പ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കാണേണ്ട അൺനോൺസിനെ കണ്ടുപിടിക്കണം. ഇപ്പോ ആവറേജ് ഈസി ആണെന്ന് വിചാരിക്കുന്നു. ഒരു പ്രോബ്ലം കൂടി നമുക്ക് ചെയ്ത് നോക്കാം. The average of 3 consecutive number is 15. Find the numbers. എന്താണ് പറഞ്ഞേക്കുന്നത്? ആവറേജ് ഓഫ് 3 കോൺസിക്യൂട്ടീവ് നമ്പർ ഈസ് 15. എന്താണ് ഈ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാല്? കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറഞ്ഞാല് എന്താണ്? ഇതിപ്പോ 3 നമ്പർ എഴുതുകയാണെങ്കിൽ തുടർച്ചയായ നമ്പറുകൾ ഉണ്ടല്ലോ, അങ്ങനെയുള്ള തുടർച്ചയായ നമ്പറുകളെയാണ് നമ്മൾ കോൺസിക്യൂട്ടീവ് നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ 3 നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു, അതിന്റെ ആവറേജ് 15 ആണെന്ന് പറയും. അപ്പൊ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞായിരുന്നു, നമ്പേഴ്സിന്റെ ഡിഫറൻസ് സെയിം ആണെങ്കിൽ അതിന്റെ സെൻട്രൽ വാല്യൂ ആയിരിക്കും ആവറേജ് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞു ആവറേജ് എന്താണ്? 3 കോൺസിക്യൂട്ടീവ് നമ്പറുകളുടെ ആവറേജ് 15 അപ്പൊ 15 സെൻട്രൽ വാല്യൂ ആണ്, അല്ലെ? അപ്പൊ ബാക്കി 2 വാല്യൂസ് എന്തായിരിക്കും? 14ഉം 16ഉം ആയിരിക്കും. 14, 15, 16 എന്നീ നമ്പറുകളുടെ ആവറേജ് എന്ന് പറയുന്നത് 15 ആയിരിക്കും. കാരണം ഇവ തമ്മിലുള്ള ഡിഫറൻസ് സെയിം ആണ്, അല്ലെ? 1 ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ ഓൾറെഡി നമ്മൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഡിഫറൻസ് സെയിം ആണെങ്കിൽ സെൻട്രൽ വാല്യൂ ആയിരിക്കും ആവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെയാണ് ഒരു ആവറേജ് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള നോർമൽ ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളിത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ഇതുപോലത്തെ മറ്റ് പ്രോബ്ലംസും ഒക്കെ എടുത്തു വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി കാണാം. അപ്പൊ അതുവരെ എല്ലാവരും നന്നായി പഠിക്കുക.